സർക്കാരും ഗവർണറും തമ്മിലുള്ള രാഷ്ട്രീയ നാടകത്തിന്റെ പരിതാപകരമായ അന്ത്യമാണ് സഭയിൽ നടന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിഷേധിച്ച ഗവർണർ നിയമസഭയെ അവഹേളിച്ചു. കേന്ദ്ര വിമർശനങ്ങളൊന്നും ഉൾക്കൊള്ളാതെയാണ് നയപ്രഖ്യാപന പ്രസംഗമെന്നും കേന്ദ്ര ഏജൻസികളെ പേടിച്ച് മുഖ്യമന്ത്രി ഡൽഹി സമരത്തെ സമ്മേളനമാക്കി മാറ്റിയതായും സതീശൻ കുറ്റപ്പെടുത്തി. നിയമസഭാ നടപടിക്രമങ്ങളോടും ഭരണഘടനാ നിർദ്ദേശങ്ങളോടും പൂർണ്ണമായ അവഗണനയും അവഹേളനവുമാണ് ഗവർണർ നടത്തിയത്. അതിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ തയ്യാറാക്കി കൊടുത്ത ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു കാര്യവുമില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത്. അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല. യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് പ്രക്ഷോഭണം സമ്മേളനമാക്കി മാറ്റിയ ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. സത്യത്തിൽ അപമാനിതരായി ഇങ്ങനെ ഒരു സ്ഥിതി വന്നതിൽ ഗവൺമെൻറ്റിന് വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ടല്ലോ, കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥിതി വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻസൾട്ട് ഒന്ന് ഗവൺമെൻറ്റിന്, അത് അവരെന്നെ ഉണ്ടാക്കി വെച്ചതാണ്. രണ്ട്, നിയമസഭക്ക് പ്രതിപക്ഷം ഞങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷേ അതിലേറെ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതേ പറഞ്ഞതുപോലെ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി, ഗവർണറുടെ പ്രസംഗം, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ബഡ്ജറ്റ്, ബാക്കി കാര്യങ്ങൾ, ഇതൊക്കെ ചടങ്ങായി നടക്കുന്നു എന്നല്ലാതെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഒരു ഇംപ്രഷനാണ് പൊതുവേ ഉള്ളത്.